നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിൽ നമുക്ക് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 5 റൂൾസിനെ പറ്റിയാണ്. ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിൽ വന്ന ടോക്കൺസിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. അതായത് ടോക്കൺസ് എന്ന് വെച്ചാൽ തന്നെ അതിന് സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉണ്ടാവില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൊലാനയിൽ വന്നതെന്ന് വെച്ചാൽ ബോങ്ക് എന്ന് പറഞ്ഞ ടോക്കൺ എക്സാമ്പിളാണ്. സൊലാന ബ്ലോക്ക് ചെയിൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ബോങ്ക്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ എതീറിയത്തിൽ ഡെവലപ്പ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ടോക്കണാണ് ഷിബ്. അപ്പോൾ എതീറിയം ബ്ലോക്ക് ചെയിൻ വെച്ചിട്ടാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത്. മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോക്കൺസിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ റൂൾസ് എന്ന് വെച്ചാൽ ടോക്കൺസ് എന്നുള്ളൊരു വേറൊരു പേരായിട്ട് നമുക്ക് കണക്കാക്കാം. റൂൾ പ്രോട്ടോക്കോൾ എന്നാണ് അതിന് പറയുന്നത്. അതിൽ ബിൽഡ് ചെയ്യുന്ന ടോക്കൺസിൻ്റെ പ്രോട്ടോക്കോളിനെ റൂൾ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ടോക്കൺസിനെ റൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പല പല റൂൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള 5 റൂൾസ്, ഭാവിയിൽ കയറാൻ ചാൻസ് ഉള്ള 5 റൂൾസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എൻജോയുടെ ദിവസമെങ്കിൽ നമുക്ക് വീഡിയോ കേട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെന്ന് വെച്ചാൽ ഡോഗ് എന്ന് പറഞ്ഞ ടോക്കണാണ്. ഡോഗ് എന്ന് പറഞ്ഞത് ഒരു ടോക്കൺ എന്നാണ് ഞാൻ പറയുന്നതെങ്കിലും ഡോഗ് എന്ന് പറഞ്ഞൊരു റൂണാണ്. റൂണും ടോക്കണും ഒക്കെ സെയിം തന്നെ, പക്ഷേ ബിറ്റ്കോയിനിൽ വന്നതായതുകൊണ്ട് റൂൺ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെന്ന് വെച്ചാൽ ഡോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡോഗ് ടു ദ മൂൺ എന്നാണ് ആ ഒരു റൂണിൻ്റെ പേര്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തതാണെന്ന് വെച്ചാൽ കാസി റൊഡാർമോൾ എന്ന് പറഞ്ഞ പുള്ളിയാണ്. കാസി റൊഡാർമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ഓർഡിനൻസ് കമ്മ്യൂണിറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള പുള്ളിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തതാണ് ഓർഡിനേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. ഓർഡിനേഴ്സ് എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ NFTസിനെയാണ് ഓർഡിനേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പുള്ളി തന്നെ ഡെവലപ്പ് ചെയ്താണ് ഈ റൂൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ പുള്ളിയുടെ തന്നെ ഒരു മീം ടോക്കണാണ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ 848 മില്യൺ ആണ്. അപ്പോൾ ഷിപ്പൊക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ ലോ ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഇന്ത്യൻ റുപ്പി പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.7 ഇന്ത്യൻ റുപ്പി ഉള്ളൂ ഇപ്പം അതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ബില്യൺ ആണ് ടോട്ടൽ സപ്ലൈ. അപ്പോൾ ഷിപ്പൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ സപ്ലൈ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറേ എക്സ്ചേഞ്ചുകളിലുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് MXയിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ A.ioയിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് MagicEden.io എന്ന് പറയുന്ന NFT ആൻഡ് റൂൺസ് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് അതിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വെച്ചിട്ട് സ്വാപ്പ് ചെയ്തിട്ട് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ച് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ $1 ബില്യൺ ക്യാറ്റ് എന്ന് പറഞ്ഞൊരു മീം ടോക്കണാണ്, മീം റൂണാണ്. അതെന്ന് വെച്ചാൽ $1 ബില്യൺ ക്യാറ്റ് എന്നുള്ള ആ നെയിം അനുസരിച്ച് തന്നെ അതിൻ്റെ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബില്യൺ ആണ് അതിൻ്റെ ടോട്ടൽ സപ്ലൈ വരുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 രൂപയാണ്. 9.34 ഇന്ത്യൻ റുപ്പിയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രൈസ് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടിയോണ്ടല്ല, മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്. ഇപ്പോൾ ഡോഗ് വെച്ച് നോക്കിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ആകെ 110 മില്യൺ ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. ലോ മാർക്കറ്റ് ക്യാപ്പാണ്. ഇതിൻ്റെ സപ്ലൈ കുറവാണ്, അതാണ് ഇതിൻ്റെ പ്രൈസ് കൂടാനുള്ള കാരണം. സപ്ലൈ എന്ന് വെച്ചാൽ 1 ബില്യൺ ടോട്ടൽ സപ്ലൈ ആണ് ഇതിനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആകെ 110 മില്യൺ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആകെ 9 രൂപ ഉള്ളൂ ഇതിൻ്റെ ഒരു കോയിൻ മേടിക്കാനുള്ള, ഒരു റൂട്ട് മേടിക്കാനുള്ള പൈസ. അപ്പോൾ ഇത് നിങ്ങൾക്ക് MXയിൽ മേടിക്കാവുന്നതാണ്. MXയിൽ ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു കോയിനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് MXയിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ MagicEden ഞാൻ നേരത്തെ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ് വെച്ചിട്ട് സ്വാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. എക്സോൾസ് പോലത്തെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ വാലറ്റ് വെച്ചിട്ട്, അതായത് ബിറ്റ്കോയിൻ അയച്ചിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്ത് ഈ ഒരു റൂൺ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, എങ്ങനെ മേടിക്കാമെന്ന് മാത്രമാണ് പറയുള്ളൂ. ഇനി അടുത്തെന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റൂണാണ്. ഈ റൂൺ എന്ന് വെച്ചാൽ ഗെയിമിംഗ് റൂണാണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ റൂണാണ്. അതായത് ഗെയിമിഫൈഡ് ടോക്കണാണ്, ഗെയിമിഫൈഡ് റൂണാണിത്. അതായത് BTC ഓർഡിനേഴ്സ് എന്ന് പറഞ്ഞൊരു ഓർഡിനേഴ്സ് കളക്ഷൻ ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് MMORPG ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഓൺലൈനായിട്ടുള്ള ഗെയിം ഉണ്ട്, പേ ടു ഏൺ ഗെയിമാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യണ ടോക്കണാണ് ZBit എന്നാണ് അതിൻ്റെ പേര്. ZBit റൂണാണ്. അപ്പോൾ ഈ ഒരു റൂണിൻ്റെ ടോട്ടൽ സപ്ലൈ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ 21 മില്യൺ ആണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ഉള്ളൂ. അതായത് ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ പോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ആകെ 21 മില്യൺ ഉള്ളൂ. ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ വളരെ കുറവാണ്. മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോഴത്തെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 10 മില്യൺ ഉള്ളൂ. അപ്പോൾ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പും ടോട്ടൽ സപ്ലൈ ആകെ 21 മില്യൺ ഉള്ളൂ. അപ്പോൾ ലോ മാർക്കറ്റ് ക്യാപ്പ്, ലോ സപ്ലൈ ടോക്കണാണിത്. ഇത് ഗെയിമിംഗ് ടോക്കണാണ്. അപ്പോൾ ഇവരുടെ ഗെയിം എപ്പിക് ഗെയിംസിലൊക്കെ ലിസ്റ്റ് ആവാൻ പോകണ്ട്. ഓൾറെഡി അവർ അനൗൺസ് ചെയ്തു. ഒരു ബീറ്റ ടെസ്റ്റ് എങ്ങാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അവരുടെ ഗെയിം വേൾഡ് വൈഡ് എപ്പിക് ഗെയിംസിലൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ പേ ടു ഏൺ ഗെയിമാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ടോക്കണാണിത്. ഇതാകെ 21 മില്യൺ ആണ് സപ്ലൈ ഉള്ളൂ. ടോട്ടൽ സപ്ലൈ 21 മില്യൺ. ഇപ്പോഴത്തെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ വളരെ ലോ ആണ്. 11 മില്യൺ കാണുള്ളൂ. 11 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
47 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 47.77 രൂപയാണ് ഒരു ഇസെൻബിറ്റ് മേടിക്കാനുള്ള പ്രൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സപ്ലൈ കുറവാണ്, അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത്. ലോ മാർക്കറ്റ് ക്യാപ്പിൽ അത്ര റേറ്റ് വരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ സപ്ലൈ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഭാവിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവർക്ക്. BTC ഓർഡിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഓർഡിനേഴ്സിൻ്റെ അവരുടെ ഓർഡിനേഴ്സ് കളക്ഷൻ്റെ വരെയാണ് BTC ഓർഡിനേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് വേറെ ഒരു എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയിട്ടില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഒറ്റ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്യാപ്പ് കുറവാണ്. അപ്പോൾ ഇത് മേടിക്കാൻ പറ്റുന്നത് ആകെ മാജിക് ഏതനിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. magiceden.io എക്സോഴ്സ് എന്ന് പറഞ്ഞ വാലറ്റിൽ ബിറ്റ്കോയിൻ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് magiceden.io എന്ന് പറഞ്ഞ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നിങ്ങൾക്ക് റൂൺ സ്വാപ്പ് വെച്ചിട്ട് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രമിൽ നമ്മൾ സാധാരണ ഫ്രമിൽ ബിറ്റ്കോയിൻ കൊടുത്തിട്ട് 2-ൽ ഈ ഇസെൻബിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിനെ സ്വാപ്പ് ചെയ്തിട്ട് ഈ ഇസെൻബിറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിടാവുന്ന ഒരു നല്ലൊരു ടോക്കണാണ്, ലോ സപ്ലൈ ആണ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഓഡ്സാർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഓഡ്സാർ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ NFT മാർക്കറ്റ് പ്ലേസ് ആണ്. അവരുടെ ഒരു ടോക്കണാണ് സാർ എന്ന് പറഞ്ഞ ടോക്കൺ. ആ ഒരു ടോക്കൺ ഇപ്പം നല്ല രീതിക്ക് ഡൗൺ ആണ്. മാർക്കറ്റ് ക്യാപ്പ് ഒട്ടുമില്ല. അതായത് 400K മാർക്കറ്റ് ക്യാപ്പാണ് ആകെ ഇതിനുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പിൽ ഇത് നല്ല രീതിക്ക് മേടിക്കാവുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് 1 ബില്യൺ ടോട്ടൽ സപ്ലൈ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ 0.39, അതായത് 0.4 ഇന്ത്യൻ റുപ്പിയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പൈസ കുറവാണ്, മാർക്കറ്റ് ക്യാപ്പും കുറവാണ്. 400K മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ്സ് ഇതിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Gate.ioയിൽ പർച്ചേസ് ചെയ്യാം, MBXയിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാജിക് ഏതെങ്കിലും പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ചിൽ നിന്ന് പർച്ചേസ് ചെയ്യായിരിക്കും എളുപ്പം. Gate.ioയോ MBX അതുപോലത്തെ എക്സ്ചേഞ്ചിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇനി അടുത്തെന്ന് വെച്ചാൽ റൂൺ കോയിൻ എന്ന് പറഞ്ഞ കോയിനാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 ഇന്ത്യൻ റുപ്പിയാണ്. 0.3 ഇന്ത്യൻ റുപ്പിക്ക് ഇപ്പോൾ അതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ 21 ബില്യണാണ് ടോട്ടൽ സപ്ലൈ. അത് റൂൺ ഈ ബിറ്റ്കോയിൻ ഓർഡിനേഴ്സ് അല്ലെങ്കിൽ റൂൺ കോയിൻ കമ്മ്യൂണിറ്റിയിലായിട്ട് എയർ ഡ്രോപ്പ് ചെയ്ത് കിട്ടിയ ഒരു റൂൺ കോയിനാണത്. ഫസ്റ്റ് റൂൺ കോയിൻ അതാണെന്ന് ഡൗട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എനിക്ക് കൺഫർമേഷൻ അറിയില്ല. പക്ഷേ ഫസ്റ്റ് റൂൺ കോയിൻ അതാണെന്ന് ഡൗട്ട് ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് കൺഫേം അല്ല. അതിൻ്റെ ഫുള്ളി ഡൈലൂട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 72 മില്യണാണ്. അപ്പോൾ റൂൺ കോയിൻ അല്ലെങ്കിൽ RSIC ജെനസിസ് റൂൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മാജിക്കലിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ Gate.ioയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്മാർട്ട് പോലത്തെ എക്സ്ചേഞ്ച് ഉണ്ട്, അതിലും ഉണ്ട് ഇത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഏതിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ജെനസിസ് റൂണാണ്, ആദ്യത്തെ റൂണാണെന്ന് ആണ് അവർ പറയുന്നത്. ആദ്യത്തെ റൂണായിരിക്കും ഇത്. അപ്പോൾ അതും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പ്രൈസ് കുറവാണ്, മാർക്കറ്റ് ക്യാപ്പും കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 റൂൺസാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ്. 5 റൂൺസ് ഇതിൽ 5 നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിടാവുന്നതാണ് ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വീഡിയോ അപ്പോൾ പുതിയൊരു ശ്രമം തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.